നമുക്കിന്ന് അറിയേണ്ടതാണ് എന്താണ് പി എച്ച്, അത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അത് കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണ്? പി എച്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. അതായത് ഒരു വാട്ടറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അത് ആസിഡാണോ ബേസ് ആണോ തീരുമാനിക്കുന്നത് അതിലുള്ള ഹൈഡ്രജൻ്റെ അളവാണ്, ഹൈഡ്രജൻ അയണാണ്. അപ്പോൾ ഈ പി എച്ച് ഹൈ ആയിട്ട്, അതായത് നമ്മൾ അസിഡിറ്റി കൂടുതലായിട്ടുള്ള സിസ്റ്റത്തിൽ അതിൻ്റെ പി എച്ച് മീറ്ററിൽ അതിൻ്റെ റീഡിങ് കാണിക്കുന്നത് കുറവായിട്ടായിരിക്കും, പി എച്ച് കുറഞ്ഞായിട്ടായിരിക്കും. പി എച്ച് മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 to 14 ആണ്. അപ്പോൾ 0 to 14 ആണ്. അപ്പോൾ പി എച്ച് 14 എന്ന് പറയുന്നത് ഏറ്റവും അൽക്കലൈനായിട്ടുള്ള ടൈമും പി എച്ച് 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവായിട്ടുള്ള ഇതുമാണ്, കണ്ടീഷനാണ്. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ്, അത് അസിഡും അല്ല ബേസും അല്ല എന്നുള്ള കണ്ടീഷനാണ്. അസിഡ് എന്ന് വെച്ചാൽ പി എച്ച് കുറവും, ബേസ് എന്ന് വെച്ചാൽ പി എച്ച് കൂടുതലുമായിട്ടുള്ളത്. അതായത് 7 മുകളോട്ടുള്ളതിനെല്ലാം നമ്മൾ ബേസായിട്ടാണ് കണക്കാക്കുന്നത്, 7 താഴോട്ടുള്ളത് ആസിഡായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ സാധാരണ ഇതിലെ എല്ലാ അക്വാകൾച്ചർ സിസ്റ്റവും അസിഡിക്കാണ്, മീൻസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. ബയോഫ്ലോക്ക് എന്നല്ല, ഏത് സിസ്റ്റം RS ആയാലും ബയോഫ്ലോക്ക് ആയാലും ഇനി ഏത് അക്വാകൾച്ചർ സിസ്റ്റം ആയാലും അവിടെ എപ്പോഴും പി എച്ച് കുറയ്ക്കാനാണ് ആ സിസ്റ്റം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻസ് ഇതിനകത്തുണ്ടാകുന്നത് ആസിഡാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്, അത് പിന്നെ കാർബോണിക് ആസിഡായിട്ട് മാറുന്നുണ്ട്, നൈട്രിഫിക്കേഷൻ കഴിയുമ്പോൾ HNO3 ആയിട്ട് മാറുന്നുണ്ട്, അതായത് നൈട്രിക് ആസിഡായിട്ട് മാറുന്നു. അപ്പോൾ ഇതെല്ലാം ആസിഡാണ്. അപ്പം ഈ വെള്ളം ആസിഡാകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, നമ്മളത് ആൽക്കലൈൻ ആകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. കാര്യം എങ്കിൽ മാത്രമേ ഫിഷിന് വേണ്ടുന്ന പി എച്ച് എന്ന് പറയുന്നത് 7 എബോവ് ആണ് ആൾമോസ്റ്റ് എല്ലാ ഫിഷിനും. പിന്നെ ആൽക്കലൈനിറ്റി അതിന് വെള്ളത്തിൽ ആൽക്കലൈനിറ്റി കൂടുതലാണ്, അതായത് 100 ppm മുകളിലോട്ട് നമുക്ക് ആൽക്കലൈനിറ്റി വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പി എച്ച് ഒരു മെയിനൊരു ഘടകമാണ്. പി എച്ച് മീറ്റർ റീഡിങ് നോക്കിയിട്ട് വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാനായിട്ട്. എപ്പോഴും പി എച്ച് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ 7 ആണ്, 7.5 ആണ് ഒരുപാടുപെട്ട ഫിഷല്ല. നമ്മൾ തിലാപ്പിയൊക്കെ പറഞ്ഞ ഐഡിയലി 7.5, 8 വരെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിർത്താനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് നമുക്കൊരു സിസ്റ്റത്തിൽ പി എച്ച് ഒരുപാട് കുറഞ്ഞു പോയി, അതായത് 6 താഴേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് അത് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആൽക്കലൈനായിട്ടുള്ള സാധനം ആഡ് ചെയ്യാം, കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ കുമ്മായം. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈമാണ്, കുമ്മായം അല്ലെന്നുണ്ടെങ്കിൽ ഡോളമൈറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതെല്ലാം ആൽക്കലൈനാണ്. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി എച്ച് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി പി എച്ച് കൂടുകയാണെങ്കിൽ നമ്മളത് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു ആസിഡാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അസിഡിക്കായിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യും, എന്ത് അസിഡിക്കായിട്ടുള്ള സാധനം ആഡ് ചെയ്യും. ഈവൻ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ഉപയോഗിക്കാം, നമ്മുടെ വിനാഗിരി ഉപയോഗിക്കാം, അതൊരു അസറ്റിക് ആസിഡ്, അതൊരു സ്ട്രോങ് ആസിഡ് അല്ല. പിന്നെ അതേപോലെ കുറേ നമുക്ക് കുറയ്ക്കാനാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈവൻ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിക്കാം, പക്ഷേ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു കണക്കില്ല. അപ്പോൾ നമുക്ക് ആൾറെഡി കറക്റ്റ് ഇതിൻ്റെ അസിഡിറ്റി കോൺസ്റ്റൻറ്റ് അറിയാവുന്ന ഒരു സാധനം ഉപയോഗിക്കും. അസിഡിറ്റി കോൺസ്റ്റൻറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏത് സൊല്യൂഷൻ എടുത്താൽ അതിനൊരു അസിഡിറ്റി കോൺസ്റ്റൻറ്റ് വേണം. അത് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു സൊല്യൂഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇത്ര പോയിൻറ്റ് പി എച്ചിന് ഇത്ര ലിറ്റർ അല്ലെങ്കിൽ ഇത്ര ലിറ്റർ ഇത്ര വെള്ളത്തിൽ ആഡ് ചെയ്യണം എന്നുള്ളൊരു കണക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഏതെങ്കിലും കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഉള്ള ഒരു ആസിഡ് ഉപയോഗിക്കുക. ഇപ്പോൾ അസറ്റിക് ആസിഡ് ആണെങ്കിലും ഈ പറഞ്ഞ സൾഫ്യൂരിക് ആസിഡോ ഹൈഡ്രോക്ലോറിക് ആസിഡോ അങ്ങനെയുള്ള ആസിഡുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോഴല്ല അതിൻ്റെ അസിഡിറ്റി കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അറിയാം. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡാണ്. അക്വാകൾച്ചറിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ പി എച്ച് കൺട്രോളിൽ ഉപയോഗിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡാണ്. അതിന് ഈ പറഞ്ഞിട്ട് അസിഡിറ്റി കോൺസ്റ്റൻ്റ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇത് ഇത്ര ലിറ്റർ വെള്ളത്തിന് ഇത്ര പോയിന്റ് താക്കാനായിട്ട് ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാൽസ്യം കാർബണേറ്റിനും അല്ലെങ്കിൽ ആൽക്കലൈനായിട്ടുള്ള മെറ്റീരിയലിനും അതുപോലെ ഉണ്ട്, കൂട്ടാനായിട്ട് ഇത്ര വെള്ളത്തിൽ ഇത്ര ആഡ് ചെയ്യണം എന്നുള്ള കോൺസ്റ്റൻ്റ് ഉണ്ട്. അത് എങ്ങനെയാണ് ഇടുന്നത്? ഇപ്പോൾ നമ്മൾ തുടക്കക്കാരായിട്ടുള്ള ഒരാൾ വെള്ളം നിറച്ച ടാങ്കിൽ പി എച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു 5 അല്ലെങ്കിൽ 6 താഴെയാണെന്ന് കരുതുക. അപ്പോൾ അത് നമുക്ക് എങ്ങനെ 7 എത്തിക്കാൻ പറ്റും? അളവ് നമുക്ക് പറയില്ലേ, ഈ കാൽസ്യം കാർബണേറ്റ് ആഡ് ചെയ്തിട്ട് അതൊരു കാൽക്കുലേഷനാണ്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അതായത് എത്രയാണ് അതിൻ്റെ അസിഡിറ്റി കോൺസ്റ്റൻറ്റ് എന്നുണ്ടെങ്കിൽ ഒരു കണക്കാണത്, അതും പി എച്ചുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സാധാരണ ഇതിൽ CO2 ഒക്കെ കൂടുന്ന ടൈമിലാണ് സിസ്റ്റത്തിൻ്റെ പി എച്ച് താഴുന്നത്. ഒന്നിൽ എയറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പി എച്ച്, നല്ല എയറേഷൻ ഇല്ലാത്ത സിസ്റ്റത്തിൽ പി എച്ച് എപ്പോഴും താഴും. എയറേഷൻ കൊടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കുറേ സ്ട്രിപ്പായി പോകാമെങ്കിൽ തന്നെ പി എച്ച് ഉയരും, മുകളോട്ട് പോകും. പിന്നെ നമുക്ക് ആൽക്കലൈനിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഈ കോൺസ്റ്റൻറ്റ് ആദ്യം മനസ്സിലാക്കണം. അതിൻ്റെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സാധനത്തിൻ്റെ കോൺസ്റ്റൻറ്റ് നമ്മൾ അറിയണം. നമ്മൾ കുമ്മായമാണ് ഇടാൻ പോകുന്നതെങ്കിൽ കുമ്മായത്തിൻ്റെ അസിഡിറ്റി കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയി ലോക്കൽ അവൈലബിൾ കുമ്മായായിരിക്കും ഏറ്റവും അടുത്തുണ്ടാവുക. ഇപ്പോൾ ഒരു 1000 ലിറ്റർ ടാങ്കിൽ നമ്മൾ വെള്ളം നിറച്ച് മീൻ ഇടുന്നതിന് മുമ്പ് വെള്ളം നിറച്ച് ആ വെള്ളത്തിൽ പി എച്ച് ഒരു 5 ആണ്. അപ്പോൾ നമ്മൾ എത്ര കുമ്മായം അതിൽ ചേർക്കേണ്ടി വരും?
അതൊരു ഞാൻ പറയാം അതൊരു കാൽക്കുലേഷൻ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ അടിയിൽ ഒരു വീഡിയോ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ക് നമുക്ക് ഇടാം. 1 കിലോഗ്രാമിന് ഇത്ര ഇത് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് ഇടാം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. എത്രയാണ് അളവ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി എത്രയാണ് pH, അത് എത്രയിലോട്ട് ഇപ്പോൾ ചിലപ്പോൾ 6 ആയിരിക്കും, 6.5 ആയിരിക്കും. അപ്പം 6 ഇടുന്ന അളവായിരിക്കും നമ്മൾ 6.5. നമ്മൾ പിന്നെ സോഴ്സും ഡെസ്റ്റിനേഷനും നോക്കണം. എവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട്. ഈ അസിഡിറ്റി കോൺസ്റ്റന്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര എമൗണ്ട്, എത്ര കിലോഗ്രാം ഇത് ഇത്ര ലിറ്ററിൽ ആഡ് ചെയ്യണം എന്നുള്ള. ഓക്കെ, അത് നമുക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ ഇപ്പോൾ നമ്മൾ pH കുറഞ്ഞത് കൂട്ടാനുള്ളത് നമ്മൾ എന്താ പറയുക, കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു. അതിൻ്റെ സൂത്രവാക്യം നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അളവ് എങ്ങനെ മെൻഷൻ ചെയ്യണം എന്നുള്ളത്, കണ്ടെത്തണം എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ pH 8 മുകളിലേക്ക് ഹൈ ആയി വന്ന് അതെങ്ങനെ നമുക്ക് 7-ലെത്തി കൺട്രോൾ ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു ആസിഡ് ആഡ് ചെയ്യേണ്ടി വരും എപ്പോഴും. അപ്പോൾ അത് ഈ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, അസിഡിറ്റി കോൺസ്റ്റന്റ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എത്ര എമൗണ്ട് ഇന്ന ആസിഡ്, ഓരോ ആസിഡിനും അസിഡിറ്റി കോൺസ്റ്റന്റ് വെച്ചിട്ട് എത്ര ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അതിനേക്കാൾ സിമ്പിളായിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത് 2 വഴിയുണ്ട്. ഒന്ന് നമുക്ക് ഈ പറഞ്ഞ 1000 ലിറ്റർ, ഇപ്പോൾ ഇതൊരു 1000 ലിറ്ററിൻ്റെ ടാങ്കിന് കണക്കെടുക്കുന്നത്. അതിനകത്ത് 1000 ലിറ്റർ വെള്ളമുണ്ട്. നമ്മളൊരു ബക്കറ്റിൽ 10 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ അതൊരു ബക്കറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ചേക്കുന്നു. പിന്നെ ഏതെങ്കിലും ഒരു ആസിഡ്, ഇപ്പം വിനാഗിരി, ഇപ്പം നമുക്ക് വിനാഗിരി എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു വിനാഗിരി 1 ലിറ്റർ വാങ്ങുക. ഈ 1 ലിറ്റർ വിനാഗിരി നമ്മൾ റീഡിംഗ് ഉള്ള ഒരു ബീക്കറിലോട്ട് മാറ്റുക. നമ്മൾ റീഡിംഗ് മതി, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ് എന്തെങ്കിലും എടുത്തിട്ട് എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മളിതിനകത്ത് എത്ര ആഡ് ചെയ്യുന്നുള്ളത് നമുക്കൊരു കണക്കുണ്ടായിരിക്കും. അപ്പോൾ ഈ 10 ലിറ്റർ ബക്കറ്റിനകത്ത് നമ്മൾ ഈ സെയിം 8 pH 8 ഉള്ള സാധനമാണ് എടുത്ത് വെച്ചത്. നമുക്കത് തിരിച്ച് 7 കൊണ്ടുവരണം. നമ്മൾ ഇതിനകത്തോട്ട് ഈ ആസിഡ് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും, കുറച്ച്. അപ്പോൾ നമ്മൾ എത്ര ലിറ്റർ ആസിഡ് ഇതിനകത്തോട്ട്, അല്ലെങ്കിൽ എത്ര മില്ലി ml, ഇപ്പോൾ തുടക്കത്തിൽ വരെ ഒരു 10 ml ആദ്യം ഈ 10 ലിറ്ററിന്റെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് എത്ര സമയം വെയിറ്റ് ചെയ്യണം? അപ്പം തന്നെ അത് കുറച്ചൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം. pH അപ്പം തന്നെ ചെക്ക് ചെയ്യാം. അത് 10 അത് 8 കുറഞ്ഞിക്കണം നോക്കുക. അപ്പോൾ 8 7 എത്തുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുക, ഈ 10 ml വീതം ഈ വിനാഗിരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് എപ്പോഴാണോ 7 എത്തുന്ന സമയം, ആ സമയത്ത് നമ്മൾ എത്ര 10 ml ഇതിൽ ആഡ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് ഇതിപ്പോൾ 10 ലിറ്റർ ആണെങ്കിൽ അപ്പോൾ ഈ 10 ഈ പറഞ്ഞ 10 ലിറ്ററിന്റെ ബക്കറ്റിനകത്ത് നമ്മളൊരു 50 ml 100 ml വിനാഗിരി ആഡ് ചെയ്തു, അല്ലെങ്കിൽ 50 ml വിനാഗിരി അതിനകത്ത് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് pH 7 കിട്ടി. അത്രയും വേണ്ടി വരുന്നില്ല, ഞാൻ പറയാം ഒരു കണക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 50 ml ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ 100 ഇരട്ടി ഇതിനകത്ത് ആഡ് ചെയ്യണം. ഇത് 1000 ലിറ്റർ ആണ്, 1000. അപ്പോൾ ഇതിനെയും മൾട്ടിപ്പിൾ ചെയ്യണം 100 കൊണ്ട്. നമ്മൾ ഒഴിച്ച ബീക്കറിൽ ഒഴിച്ച സാധനത്തിനെയും മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ 100 ലിറ്റർ 100 ഇൻറ്റു ഈ പറഞ്ഞ 50 ml ഗുണിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിനകത്ത് pH ഇവിടെ എത്ര ആണോ ആയത് അത് തന്നെ ആവും. അത് ഒരു സിമ്പിളായിട്ടുള്ളത്. ഇനി അതിന് സിമ്പിളായിട്ട് വേണേൽ ചെയ്യാം. നമ്മൾ പിന്നെ ഒരു pH സൊല്യൂഷൻ എടുക്കുക. ആ സൊല്യൂഷനകത്ത് പറഞ്ഞേക്കുന്ന അളവിൽ നമ്മൾ ഒരു ഗ്ലാസ്സിനുള്ളിൽ ഈ വെള്ളം എടുക്കുക, നമ്മൾ ചെക്ക് ചെയ്യാനുള്ള വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക, ഈ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് കളർ നോക്കുക, ഏത് കളറാണ് എത്തിയേക്കുന്നത്. അത് അവർ പറഞ്ഞേക്കുന്ന റേഷ്യോ തന്നെ ഒഴിച്ചേക്കണം. അവർ പറഞ്ഞേക്കുന്നത് ഇപ്പം 5 ml 4 ഡ്രോപ്സ് ആണ് പറയുന്നതെങ്കിൽ നമ്മൾ ഈ നമ്മളെടുത്ത ഗ്ലാസ്സിനകത്ത് എത്ര ml ഉണ്ടോ അതിൻ്റെ ഈ 5 ml എന്നുള്ളതിൻ്റെ ഇരട്ടി, 5 ഇരട്ടി അല്ലെങ്കിൽ ഈ ഗ്ലാസ്സിനകത്ത് എത്ര ഉണ്ടോ അതിൻ്റെ ഇരട്ടി ആഡ് ചെയ്യും. അപ്പം നമുക്ക് ഈ ഗ്ലാസ്സിനകത്ത് എത്രയാണ് ഈ pHന്റെ റീഡിങ് കാണിക്കുന്നത് എന്നുള്ളത് ഇൻഡിക്കേഷൻ വെച്ചിട്ട് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വെക്കുന്ന സൊല്യൂഷൻ, ആസിഡായിട്ട് ഉപയോഗിക്കുക ഏത് സൊല്യൂഷൻ ആയിക്കോട്ടെ, ഇപ്പം വിനാഗിരിയോ ഈ പറഞ്ഞ ഇതിൻ്റെ നീരോ പുളിയുടെ നീരോ എന്തുമായാലും, എന്തെങ്കിലും ഒരു ആസിഡിൻ്റെ നീര് അല്ലെങ്കിൽ നാരങ്ങ നീരോ എന്തുമായാലും നമ്മൾ ആ സാധനം എടുത്തിട്ട് ഇതിനകത്തോട്ടൊരു നമ്മുടെ ഫില്ലർ വെച്ചിട്ട് കുറച്ച് ആഡ് ചെയ്യും. അപ്പോൾ ഫില്ലറിനകത്തും കാണും എത്ര ml ഫില്ലറാണെന്നുള്ളത്. 1 ml 2 ml ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് റീഡിങ് ആണ്. അത് വെച്ചിട്ട് പതുക്കെ ഈ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും. കളർ ചേഞ്ച് ആണെന്ന് വെച്ചാൽ എപ്പോഴാണോ ഇത് നമുക്ക് ഈ പറഞ്ഞ 8 നിന്നും 7 കളറിലേക്ക് വരുന്നത് അവിടെ വെച്ചിട്ട് ഈ ഒഴിക്കുന്നത് നിർത്തുക. നമുക്കറിയാമല്ലോ അപ്പോൾ എത്ര സാധനം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്, എത്ര ഡ്രോപ്പ് ആഡ് ചെയ്തു, അല്ലെന്നുണ്ടെങ്കിൽ എത്ര ml ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം ഒരു ഫില്ലർ 1 ml ആണെന്നുണ്ടെങ്കിൽ ആ 1 ml നമ്മളിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു ഗ്ലാസ്സിനകത്ത് ഒരു 50 ml ലിറ്റർ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ അതിനകത്ത് ആ ചേഞ്ച് വന്നിട്ടുണ്ട്, മീൻസ് ആ പച്ച കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും 50 ml നമുക്ക് 1 ml ഈ സാധനം ഒഴിക്കേണ്ടി വന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഉപയോഗിച്ച സൊല്യൂഷൻ ഒഴിക്കേണ്ടി വന്നു. ഇതിന് എത്ര ഒഴിക്കേണ്ടി വരും എന്നുള്ളത് ഇതിൻ്റെ ഇൻറ്റു ചെയ്തിട്ട് ആ സാധനത്തോട്ട് ഒഴിച്ചു കൊടുത്താലും സെയിം റിസൾട്ട് കിട്ടും. എളുപ്പം എനിക്കൊന്ന് ബക്കറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട്. അപ്പോൾ വൺസ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് പിന്നെ 8 നിന്ന് 7 ആ ഒരു കാൽക്കുലേഷൻ എടുത്താൽ മതി. അതൊന്ന് എഴുതി വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാൽക്കുലേഷൻ നമ്മൾ ഉപയോഗിച്ച സൊല്യൂഷൻ കൂടെ നോക്കണം.
അപ്പം വിനാഗിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. പിന്നെ നമ്മൾ നാരങ്ങ ഒരു അല്ലെന്നുണ്ടെങ്കിൽ പുളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഈ രീതിയിൽ ചെയ്തിട്ട് അത് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ രീതിയിൽ നമുക്ക് കൊടുത്താൽ മതി, വലിയ ടാങ്കിന് അതാണെങ്കിൽ പോലും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ pH കൂടി കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ഒരു വെള്ളത്തിൽ മത്സ്യം വളർത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ pH കൂടി കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അളക്കാതെ മനസ്സിലാക്കാൻ പറ്റില്ല മാർഗങ്ങൾ. മീനുകൾക്ക് അസുഖമോ അല്ലെങ്കിൽ മീനുകൾ എങ്ങനെയാണ് അത് മീനുകൾ എങ്ങനെ സ്വഭാവം പ്രകടിപ്പിച്ച് തുടങ്ങുക? അല്ല, pH മാത്രം കൂടിയോണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു വരുന്നത്. pH കൂടുമ്പോൾ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. pH കൂടുന്ന കണ്ടീഷനിൽ അമോണിയ നമ്മുടെ സിസ്റ്റത്തിൽ ഹൈ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഷിൻ്റെ ദേഹത്ത് ബേൺസ് വരും, ഒരു മോളി വരും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ അത് അമോണിയ കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ്. അമോണിയ പിന്നെ പറഞ്ഞിട്ട് ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിൽ pH വളരെ കുറവാണെങ്കിലും നമ്മൾ അഫക്ട് ചെയ്യും. നമ്മൾ വേറൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞാണ്. അപ്പോൾ pH മാത്രം ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫിഷിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ള അറിയാൻ പറ്റില്ല. മറ്റു പാരാമീറ്ററുകൾ ചെക്ക് ചെയ്യണം. പിന്നെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഫിഷ് ഇതുകൊണ്ട് മുകളിൽ വരികയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൂവ്മെൻറ്റിലൊക്കെ പ്രശ്നങ്ങൾ കാണിക്കും. സാധാരണ ഇതിൽ അമോണിയ കൂടുമ്പോൾ ഇവർ മുകളിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട്, മുകളിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ടല്ലേ. പിന്നെ അതുപോലെ pH ഒരുപാട് കുറഞ്ഞ കണ്ടീഷനിൽ നൈട്രൈറ്റ് എന്ന് പറഞ്ഞ നൈട്രിഫിക്കേഷൻ സെക്കൻഡ് പ്രോസസ്സ്, ആ പ്രോസസ്സിലുണ്ടാകുന്ന പ്രോഡക്റ്റാണ് നൈട്രേറ്റ്. അത് ഹൈ ആയി കഴിഞ്ഞാൽ pH കുറവാണെങ്കിൽ ടോക്സിക് ആണ്. അപ്പോൾ ആ കണ്ടീഷനിലും pH കുറവാണെങ്കിൽ ഫിഷ് മുകളിൽ വരും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ pH നമ്മൾ എപ്പോഴും അമോണിയായിട്ടോ മറ്റേതായിട്ടോ റിലേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ pH ഒരുപാടങ്ങ് താഴ്ന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫിഷിനെ അഫക്റ്റ് ചെയ്യും, അതും പറഞ്ഞിട്ട് മുകളിൽ വരികയും അങ്ങനെയുള്ള സിംറ്റംസ് അത് കാണിക്കും. ഓക്കെ. അപ്പോൾ pH എപ്പോഴും 7ൽ നിർത്താൻ ശ്രമിക്കുക. പിന്നെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നമ്മൾ മുമ്പ് pH അമോണിയ ടെസ്റ്റ് കിറ്റിനെ ഒരു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നുണ്ട്.